പീച്ചി ജലശുദ്ധീകരണശാലയുടെ കെട്ടിടം അപകടാവസ്ഥയിൽ. ജീവനക്കാരുടെ ജോലിക്ക് ശേഷം സ്ഥലത്ത് തങ്ങരുതെന്നാവശ്യപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കത്തു നൽകി. ചെമ്പുകാവ് ടാങ്കിലേക്ക് വെള്ളമെത്തിച്ച പഴയ മുനിസിപ്പൽ ഏരിയയ്ക്ക് പുറത്തുള്ള കോർപ്പറേഷൻ പ്രദേശത്തും 7 പഞ്ചായത്തുകളിലും മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഭാഗത്ത് ജലവിതരണം നടത്തുന്ന 36 MLD ജലശുദ്ധീകരണശാലയുടെ കെട്ടിടമാണ് അപകടാവസ്ഥയിലുള്ളത്. ശുദ്ധീകരണശാലയുടെ കെട്ടിടത്തിനുള്ളിൽ മുകൾ ഭാഗത്തു നിന്നും കോൺക്രീറ്റ് പാളികൾ ഇടയ്ക്കിടെ ഇളകി നിലം പതിക്കുന്നുണ്ട്. ടാങ്കുകളുടെ കോൺക്രീറ്റ് തൂണുകളിൽ നിന്നും പാളികൾ ഇളകിപ്പോയിട്ടുമുണ്ട്. കെട്ടിടത്തിന്റെ കാർപോർച്ച് തകർന്നു വീഴാവുന്ന നിലയിലാണ്. താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെ 20-ലേറെ ജീവനക്കാരാണ് ഇവിടെ ജോലിയെടുക്കുന്നത്. ടാങ്കിലെ ബെഡ് ക്ലീൻ ചെയ്യുമ്പോഴെല്ലാം കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് പതിവാണ്. കെട്ടിടത്തിന്റെ സുരക്ഷയ്ക്കായി യഥാസമയത്ത് അറ്റകുറ്റപ്പണി നടത്താത്തതാണ് കെട്ടിടം ഇത്രയേറെ ശോചനീയാവസ്ഥയിലാകാൻ കാരണം. അതേസമയം ശുദ്ധീകരണശാലയുടെ അറ്റകുറ്റപ്പണിക്കായി സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന. വിഷയത്തിൽ കെ രാജൻ MLA ഇടപെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് MLA കെ രാജൻ ജലശുദ്ധീകരണശാല നാളെ സന്ദർശിക്കും. നേരത്തെ തന്നെ സ്റ്റേറ്റ് പ്ലാനിങ്ങിൽ പുതിയ കെട്ടിടത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു. എന്നാൽ സാങ്കേതിക അനുമതി ലഭിക്കുന്നതിനുള്ള കാലതാമസമുണ്ടായി എന്നും സാങ്കേതിക അനുമതി തേടിക്കൊണ്ട് നിലവിലെ മന്ത്രി മോൻസ് ജോസഫിന് കത്തു നൽകിയിട്ടുണ്ട് എന്നും കെ രാജൻ അറിയിച്ചു.